ഹായ് ഗായ്സ്, എല്ലാവർക്കും വണക്കം. കുടിക്കുന്നതെല്ലാം പാലാണോ അതോ കാണുന്നതെല്ലാം പാലാണോ? അല്ല, എല്ലാം പാലല്ല. നമ്മൾ വിശ്വസിക്കും പാലാണെന്ന്, പക്ഷേ ഒന്നും പാലല്ല. പാലായിട്ട് വിലസുകയാണ്. നമ്മുടെ കൺമുന്നിൽ പേരെടുത്തൊരു കമ്പനി പാലുമായി കുതിച്ചു കയറിക്കൊണ്ടേയിരിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാലാണ് അത്. കമ്പനി 3 ദിവസമാണ് ആ കമ്പനി പാക്കറ്റിൻ്റെ പുറത്ത് ഡേറ്റ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ പാക്കറ്റ് 3 ദിവസം കഴിഞ്ഞ് പൊട്ടിച്ചിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാലും പാല് കേടാവില്ല. അപ്പോൾ എന്തൊക്കെ രാസവസ്തു, എന്തൊക്കെ കെമിക്കൽസ് അതിൽ ചേർത്തിട്ടുണ്ടാവും ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് അറിയാമല്ലോ, ഒരു പാല് നമ്മൾ നാട്ടിൻപുറത്തുള്ള പാല് നമ്മൾ മേടിച്ചിട്ട് എത്ര ദിവസം നമുക്ക് സൂക്ഷിക്കാൻ കഴിയും? പോട്ടെ, എത്ര മണിക്കൂർ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും? നല്ലത് എത്ര പെട്ടെന്ന് കേടാവുമെന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. പാലാണെങ്കിലും എന്താണെങ്കിലും നല്ല സാധനം അധികം നേരം നിൽക്കില്ല, പെട്ടെന്ന് കേടായി പോകും. പാക്കറ്റിൽ വരുന്ന പാല് എത്ര കെമിക്കലോ അല്ലെങ്കിൽ എത്ര മായം ചേർത്തിട്ടായിരിക്കും ആ പാലത്ര ഈട് നിൽക്കുന്നത്? നിങ്ങൾ ചിന്തിച്ച് നോക്ക്. പാക്കറ്റിൽ വരുന്ന പാല് എന്ത് കെമിക്കലാണ് അതിൽ യൂസ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആ പാല് കേട് 3 ദിവസം അത്രയും നിൽക്കണമെങ്കിൽ ആ പാലിൽ എന്തെല്ലാം കെമിക്കൽ ചേർത്തിരിക്കണം? പേരെടുത്ത കമ്പനി, വിശ്വസ്തത നേടിയ കമ്പനി, പിന്നെ അതല്ലാതെ എത്രയോ കമ്പനി മാർക്കറ്റിൽ പാലുമായി വരുന്നുണ്ട്. ആ പാക്കറ്റിലെല്ലാം നിൽക്കണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം രാസവസ്തു അല്ലെങ്കിൽ കെമിക്കൽ അതിൽ യൂസ് ചെയ്തിട്ടുണ്ടാവണം. ഫ്രിഡ്ജ് വെച്ചാൽ കേടുവരാതെ നിൽക്കില്ല, പക്ഷേ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിഞ്ഞാലും കേടുവരാതെ നിൽക്കണമെങ്കിൽ എത്ര മായോ കെമിക്കലോ ചേർത്തിരിക്കണം? ഒന്ന് ആലോചിച്ച് നോക്ക്. പാല് പ്രിയരാണെങ്കിൽ ഒന്ന് ആലോചിച്ചിട്ടേ ഇനി അടുത്ത് മേടിക്കാവൂ. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, എത്രയോ പേര് നാട്ടിൻപുറത്തുള്ള ആളുകൾ കുപ്പിയിൽ പാലുമായി വിൽക്കാൻ നടക്കുന്നുണ്ട്. ശുദ്ധമായ പാൽ അത് മേടിച്ച് നിങ്ങൾ കഴിക്കുന്നതായിരിക്കും നല്ലത്. അത് മേടിച്ച് ചായ ഉണ്ടാക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ പാക്കറ്റ് വരുന്ന പാല് സൂക്ഷിച്ചോ, പാക്കറ്റിൽ വരുന്ന പാല് നല്ലതല്ല. ഒരു പാക്കറ്റ് പാല് കേട് വരാതെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം കെമിക്കൽ ചേർന്നിട്ടുണ്ടാവണം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പാലല്ലേ നമ്മൾ മേടിച്ച് കഴിക്കുന്നത്? പാലായിട്ടും കുടിക്കുന്നു, പാൽ ചായ ആയിട്ടും കുടിക്കുന്നു. അപ്പോൾ പാൽ പ്രേമികൾ ശ്രദ്ധിക്കുക, പാക്കറ്റ് പാല് മേടിക്കുമ്പോൾ സൂക്ഷിച്ച് വാങ്ങിച്ച് കഴിക്കുക. അല്ലെങ്കിൽ നാട്ടിൻപുറത്തുള്ള പാല് മേടിച്ച് കഴിക്കാവും നല്ലത്. നാട്ടിൻപുറത്തുള്ള പാൽ നിൽക്കുന്നതും പാക്കറ്റ് പാല് നമ്മൾ എടുത്ത് യൂസ് ചെയ്യുന്നതും രണ്ടും വ്യത്യസ്തമായ രീതിയാണ്. പാക്കറ്റിൽ വരുന്നത് എല്ലാം പാലല്ല, എന്നാലോ ചിലത് പാലായിരിക്കാം. പക്ഷെ ഏതാണ് എന്ന് നമുക്കറിയാൻ കഴിയില്ല, ഏതാണ് നല്ല പാലെന്ന്. എന്തായാലും പാക്കറ്റ് പാല് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ചോ, എത്ര ദിവസം ആ പാക്കറ്റിൽ പാൽ നിൽക്കാൻ വേണ്ടി എന്തെല്ലാം കെമിക്കൽസ് ചേർന്നിട്ടുണ്ടാവണം എന്ന് നിങ്ങൾ ചിന്തിക്കുക. എന്നിട്ട് പാൽ മേടിച്ച് യൂസ് ചെയ്യും. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച് മേടിക്കുക പാൽ. ഓക്കെ, അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.